ഹായ് ഹലോ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ചില പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പറയുന്ന ഏജൻസികളിൽ പലതും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. അറിവുള്ളവർ സദയം സ്കിപ്പ് ചെയ്യുക. അറിയാൻ പാടില്ലാത്തവർക്ക് ഉപകാരപ്രദമായിട്ടാണ് ഓർത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികളെയാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു മജോറിറ്റിയും ഹെൽത്ത് കെയർ മേഖലയിൽ നിന്നുള്ളവരായതുകൊണ്ടും അയർലൻഡിലേക്ക് റിക്രൂട്ട്മെന്റ് ക്രൈസിസ് നിലനിൽക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഇന്റർവ്യൂ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന നിരവധി നേഴ്സസ് ഉള്ളതുകൊണ്ടും അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഏജൻസികളെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് ഞാൻ യാതൊരു ഏജൻസിയുടെയും പ്രൊമോഷനായിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം. അപ്പോൾ ഓരോ ഏജൻസികളുടെ പേരിൽ പോലും ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കാവുള്ളൂ. പക്ഷേ ഞാൻ ഇതിൽ പറയുന്ന ഏജൻസികളൊക്കെ അവരുടെ തന്നെ ആഡാണെന്നുണ്ടെങ്കിൽ അതിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പല സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് നേരിട്ട് ഉള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാൻ ഈ ഏജൻസികൾ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള അയർലൻഡ് വാർത്തകളും വിശേഷങ്ങളും അതുപോലെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾ ചാനൽ കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കാതെ തന്നെ ചെയ്യണം. എങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. KCR എന്നറിയപ്പെടുന്ന കേറ്റ് കോവിംഗ് റിക്രൂട്ട്മെന്റ് ഗൂഗിൾ റിവ്യൂസിൽ 4.5 സ്റ്റാർ റേറ്റിംഗോടെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. ഇവർക്ക് അയർലൻഡ്, UK, പിന്നെ ഇവരുടെ ഒരു സബ് ഏജൻസി ഇന്ത്യയിൽ ന്യൂഡൽഹിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിൽ പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പബ്ലിക് സെക്ടറിൽ HSCയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏജൻസിയാണിത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകളുടെ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ പോയി നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇവർ റിക്രൂട്ട്മെന്റ് ഇനത്തിൽ യാതൊരു ഫീസും നിങ്ങളുടെ നിന്ന് ഈടാക്കത്തില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് റിക്രൂട്ട്മെന്റ് എല്ലാം. 1989 സ്ഥാപിതമായ CPL ഹെൽത്ത് കെയർ ആണ് അടുത്തത്. ഇവരും അയർലൻഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഏജൻസി തന്നെയാണ്. ഗൂഗിൾ റിവ്യൂസിൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇവർക്കുള്ളത്. ഇവർ സാധാരണയായിട്ട് പെർമനന്റ് റിക്രൂട്ട്മെന്റ്, ഏജൻസി സർവീസ്, അതുപോലെ ഹോം കെയർ റിക്രൂട്ട്മെന്റ്, ഒക്കുപേഷണൽ ഹെൽത്ത് സർവീസ്, ട്രെയിനിങ് സൊല്യൂഷൻ തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവർ നൽകി വരുന്നുണ്ട്. അതുപോലെ പല പ്രൊഫഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും ഇവർ സംഘടിപ്പിക്കാറുണ്ട്. അയർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഏജൻസി വഴി നിരവധി ആളുകൾ HSCയിലും മറ്റുമൊക്കെ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചാനലിൽ ഞാൻ ഇവരുടെ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യാറുണ്ട്. KCR പോലെ തന്നെ അയർലൻഡിലെ പബ്ലിക് സെക്ടറിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏജൻസിയാണ് ഇത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഇവർ റിക്രൂട്ട്മെന്റ് ഇനത്തിൽ യാതൊരു ഫീസും നിങ്ങളുടെ നിന്ന് ഈടാക്കത്തില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് റിക്രൂട്ട്മെന്റ് എല്ലാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഏജൻസികളുടെയും വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അവരെ ആ രീതിയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് സർവീസ് സോഴ്സ്. ഇവരുടെ സേവനങ്ങളിൽ ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ്, ടെമ്പററി ആൻഡ് പെർമനന്റ് സ്റ്റാഫിംഗ് റിക്രൂട്ട്മെന്റ്, ഹോം കെയർ റിക്രൂട്ട്മെന്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവർ വഴിയും ഇവിടുത്തെ പബ്ലിക് സെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കാറുണ്ട്. പബ്ലിക് സെക്ടർ മാത്രമല്ല മറ്റ് പല ഹെൽത്ത് കെയർ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും അയർലൻഡിൽ ഇവർ സംഘടിപ്പിക്കാറുണ്ട്. ഈ സർവീസ് സോഴ്സിന്റെ ഒരു സബ് ഏജൻസി IHR കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് അവരെ ആ രീതിയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹെൽത്ത് കെയർ മേഖലയിൽ 25 വർഷത്തിലേറെ പരിചയമുള്ള ഒരു അന്താരാഷ്ട്ര റിക്രൂട്ടിംഗ് ഏജൻസിയാണ് CCM റിക്രൂട്ട്മെന്റ് ഇന്റർനാഷണൽ. ഇവർക്ക് ഡബ്ലിൻ, ലണ്ടൻ, സിഡ്നി, മെൽബൺ തുടങ്ങിയവരിലൊക്കെ ഓഫീസുകളുണ്ട്. ഇവരും അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസും ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് അയർലൻഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രമുഖ ഹെൽത്ത് കെയർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് TTM ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. ഇവർ വഴിയും ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് ക്രൈസിസ് ഒക്കെ നിലനിൽക്കുമ്പോൾ ധാരാളം ഏജൻസി സ്റ്റാഫൊക്കെ ഇവർ ത്രൂ HSCയിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ്, ടെമ്പററി ആൻഡ് പെർമനന്റ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ഹോം കെയർ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ സേവനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളും വായിച്ചു നോക്കി അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഒരു ഏജൻസിയാണ് IITR. ഞാൻ ഓൾറെഡി പറഞ്ഞു KCRൻ്റെ ഒരു സബ് ഏജൻസിയാണ്. ഇവർ ത്രൂവും നിരവധി ആളുകൾ ഇവിടെ അയർലൻഡിൽ എത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നിരവധി റിക്രൂട്ട്മെൻറ്റുകൾ ഇവർ സംഘടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻ്റ് ഒന്നും ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇവർ ത്രൂ റിക്രൂട്ട്മെൻറ്റുകൾ വരാത്തത്. റിക്രൂട്ട്മെൻറ്റുകൾ ശരിയായ രീതിയിൽ ആയിക്കഴിയുമ്പോൾ ഇവർ ത്രൂ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവരെയും കോൺടാക്ട് ചെയ്യാൻ ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും. ഈ ഏജൻസി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്. നേഴ്സിംഗ് ഹോം, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇതിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ. അതിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ടും സ്റ്റാഫ് നേഴ്സായിട്ടും മറ്റുമൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുന്ന, വിശ്വസിച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്ന 2 ഏജൻസികളെയാണ് അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന വിസ്ത കരിയർ സൊല്യൂഷൻസ് ആണ് ആദ്യത്തെ. അവർ ത്രൂ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു കുഴപ്പം പറയുന്നത്, ഇവർ ത്രൂ NMBA കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് മാത്രമാണ് അവർ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടായിരിക്കാം ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടുള്ള ഹോളി ലാൻഡർ വഴിയും റിക്രൂട്ട്മെന്റുകൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇവർക്ക് നാട്ടിൽ കോട്ടയത്തും അതുപോലെ ഇവിടെ അയർലൻഡിലും ഓഫീസുകളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഏജൻസികളുടെയും വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ചില ഏജൻസികളെ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിച്ചത്. എന്ന് പറഞ്ഞ് അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ടെസ്റ്റ് ആയിട്ടുള്ള മറ്റ് പല ഏജൻസികളും ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ഏജൻസിയുടെയും പ്രൊമോഷനായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ എക്സ്പീരിയൻസിലും അതുപോലെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലും ഒക്കെ ലഭിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും പല ഏജൻസികളുമായിട്ട് ഡീൽ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസോടെ വീഡിയോയുടെ കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു പല നല്ല ഏജൻസികളും കാണും, അതോടെ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. മറ്റുള്ളവർക്കത് പ്രയോജനകരമാകും. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും മറക്കാതെ ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.